ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ കണ്ട ഒരു ന്യൂസാണ്. ന്യൂസിനകത്തെ കണ്ടന്റ് ഇതായിരുന്നു. ബിഗ് ബോസ് സീസൺ 6 ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളം. അപ്പോൾ അതിനകത്തുള്ള ഒരു മത്സരാർത്ഥിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് കൊടുത്തിട്ട്, ബൈപ്പോളാറിനുള്ള മരുന്ന് കൊടുത്തിട്ട് അയാളെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിച്ച് പുറത്താക്കി എന്നായിരുന്നു. ഭയങ്കര അലിഗേഷനാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശം കാര്യമാണ്. അപ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടു നോക്കി. അപ്പോൾ ആ ബിഗ് ബോസിൻ്റെ തന്നെ സീസണിനകത്ത് എപ്പിസോഡുകളിലാണ് കണ്ടത്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ ഓർഡറിലാക്കിയിട്ട് ഏകദേശം ഈ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് കണ്ടത്. അതായത് ഈ മത്സരാർത്ഥിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ട കാര്യങ്ങൾ ഓർഡറിലാക്കിയിട്ടുണ്ട്. നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഞാൻ കാര്യം പറയാം. എനിക്ക് മെന്റൽ സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ അനുഭവിച്ചു. നീ പറയുന്ന പോലെ നല്ല കാര്യമല്ല. കൺഫ്യൂഷൻ വിളിക്കോ, കൺഫ്യൂഷൻ വരും. എന്റെ ചെവിയിലായിരിക്കോ സംസാരിക്കുന്നു. എന്താ ചെയ്യണ്ടേ? എന്റെ കണ്ടിന്യൂസ് മനസ്സിൽ തോന്നുന്നു. സംസാരിക്കുമ്പോൾ എന്തെന്നായിട്ട് തോന്നുന്നു. പോന്ന് പറയാം. നിങ്ങൾ കണ്ടല്ലോ, ഇത് ഏകദേശം ഓർഡറിലാണ്. ആ എപ്പിസോഡ് ഡേറ്റ് വന്നേക്കുന്ന ഓർഡറിലാണ്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അദ്ദേഹത്തിന് ആങ്സൈറ്റി ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എനർജി ഭയങ്കര ലോ ആണ്. ആ ഒരു ഡിപ്രഷൻ്റെയൊക്കെ സ്റ്റേജ് ഉണ്ട്. അതെല്ലാം അതേപോലെ തന്നെ ഒരുപാട് ചിന്തകൾ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. എല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചിന്തകളാണ്. അപ്പോൾ എന്തായിരിക്കും, അവിടെ എന്തായിരിക്കും, എന്തെങ്കിലും സംഭവിക്കാനായിട്ട് പോകുന്നു, ആ ഒരു രീതിയിലുള്ള ചിന്തകളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം അസ്വസ്ഥനാണ്, റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട്. അവിടെ എല്ലാം ഇടിച്ചു മുട്ടിയിട്ട് പുറത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പുള്ളി അകത്ത് പോവുകയും പുറത്ത് വരികയും ഇടയ്ക്ക് വന്ന് ഹാപ്പി ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഒരു സെക്കൻഡ് ഡേ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറ്റങ്ങളെന്ന് പറയുന്നത്, അദ്ദേഹം മറ്റൊരു മത്സരാർത്ഥിയുടെ അടുത്ത് അവിടെ വന്ന് ചെവിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം കിടക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നു, ചെവിയിൽ സൗണ്ട് കേൾക്കുന്നു, എന്തൊക്കെയോ കാണുന്നു, ആ രീതിയിൽ പറയുന്നുണ്ട്. എന്ന് പറയുന്നത് ഹാലൂസിനേഷൻസ് ആണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുക. അദ്ദേഹം കേൾക്കുന്നതെന്ന് പറയുന്നത് ഇവിടുന്ന് പുറത്തു പോകുമെന്ന് പറയാനാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം തന്നെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിനകത്ത് മറ്റേ ഒരു സാധാരണ ഒരാൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാരണം കൊണ്ടിട്ടുണ്ടാകുന്ന ആ ഒരു ഡിപ്രഷൻ മൂലം ചിലപ്പം വിഷമം ഉണ്ടാകാം, കുറച്ചു നേരം ടെൻഷൻ അടിച്ചിരിക്കാം, ഒരു സ്ട്രെസ് ഉണ്ടാകാം, ചിലപ്പോൾ നമ്മൾ ആരാണെന്നുണ്ടെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ട് ചിന്തിക്കത്തില്ലേ. പക്ഷെ അദ്ദേഹം ആ ലാസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുക. ഡെലൂഷൻസും ഹാലൂസിനേഷൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ അകത്തോട്ട് വിളിക്കുകയും ഡോക്ടറിനെ, സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുവാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പോലും അദ്ദേഹത്തിന് ഇല്ലാത്ത രണ്ട് കാര്യമാണ് പറഞ്ഞു. എന്തോ കാണുന്നെന്നും പറഞ്ഞു, അതേപോലെ കേൾക്കുന്നെന്നും പറഞ്ഞു. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് വന്നു. ഇത് കൂടാതെ അദ്ദേഹം വേറൊരു കാര്യം ഇടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ ചർച്ച ചെയ്തപ്പോൾ കേട്ടതാണ്. അദ്ദേഹത്തിന് ഇതേപോലൊരു സ്റ്റേജ് മുൻപുണ്ടായിട്ടുണ്ട്, അങ്ങോട്ട് പോകുമോ എന്നുള്ള പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മേ ബി അകത്ത് ചർച്ച ചെയ്ത ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി പാസ്റ്റിൽ അദ്ദേഹത്തിന് ഇതേപോലുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരേപോലെ തന്നെ ഉണ്ടായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ബൈപ്പോളാറിന്റെ ലക്ഷണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വരാം. നേരത്തെ പറഞ്ഞ ന്യൂസിനകത്ത് പറഞ്ഞത് ബൈപ്പോളാറിനുള്ള മരുന്നുകൾ നൽകിയെന്നാണ്. ഇനി മരുന്നുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മരുന്നുകൾ ഇപ്പോൾ ബൈപ്പോളാറിനൊരു മരുന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഷീസോഫ്രീനിയയ്ക്ക് മറ്റൊരു മരുന്ന്, അങ്ങനെയുള്ള രീതിയിലല്ല ഈ സൈക്കാട്രിയുടെ മെഡിസിൻസ് കൊടുക്കുന്നത്. ആന്റി ഡിപ്രസൻസ് ഉണ്ട്, അതായത് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന മരുന്നുകളുണ്ട്. അതേപോലെ ആന്റി സൈക്കോട്ടിക്സ് ഉണ്ട്, ഇതേപോലെ ഹാലൂസിനേഷൻ, ഡെലൂഷൻസ് അങ്ങനെയുള്ളതിന് ഉള്ള കാറ്റഗറിയിലുള്ള മരുന്നുകളുണ്ട്. ഇനി മൂഡ് ഡിസോർഡറിന് കൊടുക്കുന്ന വേറെ മരുന്നുകൾ, ചിലപ്പോൾ മൂഡ് സ്റ്റെബിലൈസർ ആയിട്ടുള്ള മരുന്നുകളുണ്ട്. അതായത് ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പോകേണ്ട കാര്യമില്ല, നമ്മളിവിടെ പറയേണ്ടതായിട്ടില്ലല്ലോ. അപ്പോൾ അതേപോലുള്ള കാറ്റഗറീസ് ആണ്. ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ലക്ഷണങ്ങൾക്കാണ് മരുന്ന് കൊടുക്കുന്നത്, അല്ലാതെ ഈ പറഞ്ഞ രോഗത്തിന്റെ പേരിനനുസരിച്ചിട്ടല്ല. ഇദ്ദേഹം ഇവിടെ കാണിച്ചേക്കുന്നതല്ല, നമ്മൾ ആ വീഡിയോയിൽ കണ്ടതെന്ന് പറയുന്നത് ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ് ഒക്കെ ഉള്ള സ്റ്റേജാണ്. അപ്പോൾ ആന്റി സൈക്കോട്ടിക്സ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ആന്റി സൈക്കോട്ടിക്സിന്റെ പേരെടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് സജസ്റ്റ് ചെയ്യുന്നത് ബൈപ്പോളാറിന്, അല്ലെന്നുണ്ടെങ്കിൽ ഷീസോഫ്രീനിയ അതേപോലുള്ള രോഗങ്ങൾക്കാണ്. അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആകാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പൊ ചിലപ്പോ ഈ ഒരു അഖിൽ മാരാർ എന്ന മുൻ ബിഗ് ബോസ് സീസണിലെ ആ ഒരു മത്സരാർത്ഥിയാണ് ഇത് മരുന്ന് കൊടുത്തിട്ട് അസുഖമാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ ലക്ഷണങ്ങളും
ഈ കൊടുത്ത മരുന്നുമായിട്ട് മാച്ചിങ് തന്നെയാണ്. അത് വർക്ക് ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഇനി ഇതിന് തന്നെ മറ്റൊരവസ്ഥയുണ്ട്. ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ മത്സരാർത്ഥി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊടുത്ത ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു. ആ ഇന്റർവ്യൂസിൽ അദ്ദേഹം വളരെ സന്തോഷത്തിൽ നല്ല രീതിയിൽ വളരെ ലോജിക്കലായിട്ട് സംസാരിക്കുന്നതാണ് കണ്ടത്. ഹാലൂസിനേഷനും ഡെലൂഷനും ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ അത് മരുന്ന് കൊടുത്തിട്ട് അത് റിക്കവർ ആയിട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സഡൻ ആയിട്ട് സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒന്നും റെഡി ആകണമെന്നില്ല. അങ്ങനെ ഉണ്ടാകുന്നവരും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ തോന്നിയില്ല. നല്ല ഓക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആ ഒരു ഫൈനൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 സാധ്യതകളുണ്ട്. നമുക്ക് സാധ്യതകളെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിനകത്ത് എന്തോ നടന്നു അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാമല്ലോ. 2 സാധ്യതകളിൽ ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഒരു രോഗാവസ്ഥയ്ക്ക് ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉള്ള ആളായിരുന്നിരിക്കണം. പെട്ടെന്ന് മനസ്സിനുണ്ടായ ഒരു ഇഷ്യൂ കാരണം അദ്ദേഹം ഈ ഒരു അവസ്ഥയിലോട്ട് വീണ്ടും വന്നുകൊണ്ടിരുന്നതായിരിക്കാം. അതുകൊണ്ടിട്ട് അത് മനസ്സിലാക്കി ഡോക്ടർ പുറത്തോട്ട് വിട്ടതായിരിക്കാം. അങ്ങനെ ഒരു ചാൻസ്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് അദ്ദേഹം ചിലപ്പോൾ അവിടെ നിൽക്കാനായിട്ടുള്ള ആ ഒരു താല്പര്യം അങ്ങ് നഷ്ടപ്പെട്ട് കാണും. അവിടെ ഉണ്ടായ അതിന് മുമ്പുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അധികം ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് ഇവിടെ റെലവൻറ്റും അല്ല. അപ്പം എന്തായാലും അദ്ദേഹത്തിന് എന്തോ താല്പര്യം അവിടെ നിൽക്കാനായിട്ട് താല്പര്യമില്ലാതെ തോന്നി. അതുകൊണ്ടിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ പറഞ്ഞതായിരിക്കാം, ചെയ്തതായിരിക്കാം, അങ്ങനെ പുറത്തോട്ട് പോയതായിരിക്കാം. എന്തോ ആണെന്നുണ്ടെങ്കിലും ഈ ഡോക്ടർ ആ സ്റ്റേജിൽ ഇത് പറഞ്ഞതിനകത്ത് നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല. ഈ മരുന്നാണ് സജസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന് തെറ്റ് പറയാനായിട്ട് ഒന്നും പറ്റത്തില്ല. ഏത് ആശുപത്രിയിൽ പോയിട്ട് ഈ സിംറ്റംസ് പറഞ്ഞാലും കണ്ടാലും ഇതേപോലുള്ള മരുന്നുകൾ മാത്രമേ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. പിന്നെ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒന്നുമല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഷോ തന്നെയാണ്. അത് താല്പര്യമുള്ളവരത് കാണുക, താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക. ടോക്സിക് ഷോ എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് പേരെ കുറേ ദിവസം ഒരു ജയിലിലെ പോലെ അടച്ചിട്ടിട്ട് അവിടെ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ടാസ്കുകൾ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ആ ടാസ്കുകൾ കൊടുത്ത് തന്നെയാണ് അത് പോകുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഷോ ഇതേപോലെ നടക്കുന്നുണ്ട്. ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് പോലെ നടത്താവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത്രയും പേര് അവരുടെ സ്വന്തം ക്യാരക്ടർ റിവീൽ ചെയ്ത് വരും ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ടാസ്ക് ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും കാണാം. ഇത് എന്താണോ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ആ വിധത്തിലുള്ള കണ്ടന്റ് ക്യാപ്ചർ ചെയ്ത് ഇത്രയും 10-21 ക്യാമറകൾ ഉണ്ടെന്നുണ്ടെങ്കിലും 21 25 ഒരുപാട് ക്യാമറകളുടെ നമ്പർ പറയുന്നത്, അത്രയും ക്യാമറകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്ന ഒരു ക്യാമറയാണ് അറ്റ് എ ടൈം. ആലോചിച്ച് നോക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, എൻ്റെ ചുറ്റും 25 അല്ലെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ 25 ക്യാമറ ഉണ്ടെന്ന് വെച്ചു. നിങ്ങൾക്ക് ഒരു സ്ക്രീനല്ലേ ഉള്ളൂ, അതിലേതെങ്കിലും ഒരു ക്യാമറ എന്നുള്ള വിഷ്വൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഞാൻ ഈ ഇരിക്കുന്ന ഇതേ സമയം തന്നെ ചിലപ്പോൾ അപ്പുറത്ത് ഒരാളിരുന്ന് അടുക്കളയിൽ ജോലി ചെയ്യുമായിരിക്കും, അത് നിങ്ങൾ കാണുന്നില്ല. ഏത് ക്യാമറയാണോ ഫോക്കസ് ചെയ്യുന്നത്, ഏതാണോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങളെ കാണിക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പം നിങ്ങൾ കാണുന്നത് മോശപ്പെട്ട കാര്യമാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി അത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇത് ഷോയുടെ റിവ്യൂ അല്ല. പിന്നെ അവരുടെ ഈ പറഞ്ഞ ഈ മത്സരാർത്ഥിയുടെ തന്നെ പാസ്റ്റോ ഫ്യൂച്ചറോ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളതിനകത്ത് കണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. കണ്ടത് വെച്ചിട്ട് ഇത് തന്നെയാണ് നമുക്ക് ഒന്നുകിൽ ആ ഒരു രോഗാവസ്ഥയ്ക്ക് നൽകിയ മരുന്നായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇത് ആക്ട് ചെയ്തതായിരിക്കാം. ഇത് രണ്ടാണെന്നുണ്ടെങ്കിലും പുറത്തു പോയതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം ആഗ്രഹിച്ചത് തന്നെയല്ലേ അവിടെ കിട്ടിയത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു അനാലിസുമായിട്ട് വീണ്ടും കാണാം.